ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? ആദ്യം നവി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഗ്ലോബൽ വില്ലേജിൽ നിന്ന് കിട്ടിയ നല്ല സ്വാദും നല്ല മണമുള്ള ഒരു ഭയങ്കര ടേസ്റ്റിലുള്ളൊരു മാമ്പഴമായിരുന്നു. അപ്പം എല്ലാം തിന്നു കഴിഞ്ഞു, ഒരെണ്ണം ബാക്കിയുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അത് വെച്ചിട്ടൊരു മാംഗോ കേക്ക് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് ഞാൻ മാംഗോനെ ഒന്ന് മിക്സിയിൽ നല്ല പൾപ്പാക്കി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 2 മുട്ടയും ഒരു അര കപ്പിൻ്റെ മൈദ, പിന്നെ ആവശ്യത്തിന് ഷുഗർ, ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. അതും അതുപോലെ റൂം ടെമ്പറേച്ചറിലേക്ക് മാറ്റിയ നമ്മുടെ ബട്ടറും, വാനില പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പിഞ്ച് ഓഫ് സോൾട്ട്, ഇത്രയും എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ 2 മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഹാൻഡ് ബ്ലെൻഡർ വെച്ച് ബീറ്ററിൽ കുറച്ചധികം നേരം പതപ്പിച്ച് എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ചായിട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റും മധുരമുള്ള മാമ്പഴമായിരുന്നു. അപ്പം അത് ഷുഗർ അതനുസരിച്ച് ഇട്ട് കൊടുക്കാൻ ഉള്ളൊരു പ്ലാനിൽ ഞാൻ കുറച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ റൂം ടെമ്പറേച്ചറിലേക്ക് മാറ്റിയ നമ്മുടെ ബട്ടറുണ്ട്, ആ ബട്ടറൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ പതയാണല്ലോ കേക്കിൻ്റെ ആ ഒരു സെറ്റപ്പ് വരുന്നത്. ഏതായാലും ഫൈനൽ റിസൾട്ട് തിരക്കേടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് ആലോചിച്ചത്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വാനില പൗഡറും, എൻ്റെ അടുത്ത് പൗഡറായിട്ടായിരുന്നു, പിന്നെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, അതുപോലെ കുറച്ച് സോൾട്ടും ഇത്ര ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അര കപ്പ് മൈദ എടുത്ത് വെച്ചത് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്തില്ല, ഒരു വിസ്ക് വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലായിടത്തും ഈ ഒരു ഈക്വൽ മിക്സ് ആക്കിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പൾപ്പുണ്ടല്ലോ, മാംഗോ പൾപ്പ് മിക്സിയുടെ ജാറിൽ നിന്ന് ഡയറക്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷവും നന്നായിട്ടൊന്ന് ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് തന്നെ ഒന്ന് വിസ്ക് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു കേക്ക് ട്രേ എടുത്ത് അതിൽ ബട്ടറൊക്കെ തേച്ച് മൈദയൊക്കെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് നല്ല ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടാപ്പിംഗ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു. എയർ ബബിൾസും അതൊരു ഈക്വൽ ലെവൽ ആവാനൊക്കെ വേണ്ടിയിട്ട് ഞാനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവനിൽ നമ്മുടെ ആ ഒരു ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്തത് കേക്കിൻ്റെ. സോ അത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഓട്ടോമാറ്റിക് സെറ്റിംഗ് ടൈം കഴിയുമ്പോൾ ഓഫ് ആവുമല്ലോ, അതനുസരിച്ച് എടുത്ത് നോക്കിയപ്പോൾ കാണുന്ന ഒരു ലുക്കാണിത്. നല്ല ഭംഗിയായിട്ട് നല്ല ഒരു ബേക്ക് ചെയ്ത ഒരു എഫക്റ്റ് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മളിനി കട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇതൊന്ന് തണുത്തപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചുങ്ങിയിട്ടോ അതിൻ്റെ ടോപ്പ്. അതൊന്നും പറയാതിരിക്കുക, രക്ഷയില്ല. കാരണം അത് കണ്ടം തുണ്ടം വെട്ടി നുറുക്കി നമ്മൾ ഈ രൂപത്തിലാക്കിയിട്ടുണ്ട്. എനിവേ നല്ല സ്പോഞ്ചി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫുള്ളി ടെക്സ്ചറൊന്നും അത്ര ഭംഗിയായില്ല എന്നേ ഉള്ളൂ, ബാക്കി എല്ലാം കൊണ്ടും നന്നായിരുന്നു. എനിവേ അപ്പോൾ എൻ്റെ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.